നമസ്കാരം. യുവഭാരത് ടി വിയിലേക്ക് എല്ലാവർക്കും വിനീത നമസ്കാരം. ഞാൻ KU ഷാജി ശർമ്മ. ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനൊരു വീഡിയോ. വിവാഹം പ്രായം കഴിഞ്ഞും വിവാഹമാകാതെ നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു സുവർണ അവസരമൊരുക്കിയിരിക്കുകയാണ് സ്വയംവര.com എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ. പാലക്കാട്ടിലെ കുറച്ചാളുകൾ ചേർന്നുകൊണ്ട് വിവാഹം നടക്കാത്ത അല്ലെങ്കിൽ തടസ്സങ്ങളുള്ള യുവതി യുവാക്കളെ ചേർത്തുകൊണ്ട് തികച്ചും സൗജന്യമായ ഒരു സേവനം, അതായത് പൂർവികർ ആചരിച്ചു വന്ന സ്വയംവര സംവിധാനത്തോടു കൂടി, അതായത് വരനും വധുവും ആ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭാരവാഹികൾ യോജിക്കുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ച് ഏകദേശം ആ യോജിക്കുന്ന ആളുകളുടെ പ്രായവും മറ്റു കാര്യങ്ങളും നോക്കിക്കൊണ്ട് നമ്മളെ അറിയിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് അവിടെ പോയി പെൺകുട്ടിക്കും ആൺകുട്ടിക്കും സ്വയം കാണാനും പരിചയപ്പെടാനും തുടർന്ന് അവർക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ കുടുംബവുമായി ആലോചിച്ചുകൊണ്ട് വളരെ ലളിതമായ ഒരു പ്രൊസീജിയറിലൂടെ തികച്ചും സൗജന്യമായി നമ്മുടെ നാട്ടിൽ വിവാഹം നടക്കാത്ത യുവതി യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഈ കാര്യം നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമാണ്. എല്ലാവരും അതിനെ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമസ്തേ. നമ്മുടെ സമൂഹത്തിൽ ശ്രീ സ്വയംവര.com എന്നുള്ള ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ജാതി, സമുദായ ഭേദങ്ങൾ, സ്ത്രീധനം തുടങ്ങിയ നിക്ഷിപ്ത താല്പര്യങ്ങൾ, അതുപോലെ ജാതകത്തിൻ്റെ പേരിൽ നടക്കുന്ന പല അസ്വീകാര്യങ്ങളായ പ്രവണതകൾ, ഇതിനെയൊക്കെ മറികടന്ന് വൈവാഹിക ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ അവസരമൊരുക്കുന്ന ഒരു പ്രവർത്തനം വളരെ ശ്രേഷ്ഠമായ ഒരു ഉദ്ദേശ്യത്തോടുകൂടെ ആരംഭിച്ചിരിക്കുകയാണ്. നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ജാതി, ജാതകം, സ്ത്രീധനം എന്നീ കാര്യങ്ങൾ കൊണ്ട് വിവാഹം നടക്കാത്ത നിരവധി യുവതി യുവാക്കൾ കുടുംബജീവിതം നയിക്കാനാവാതെ നമ്മുടെ സമാജത്തിലുണ്ട്. അപ്പോൾ ഇത് വർദ്ധിവെച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്നുള്ളത് ഞങ്ങൾ കുറച്ചുപേര് ഇരുന്ന് ചിന്തിക്കേണ്ടായി. ഒരുപാട് മാട്രിമോണി കോളങ്ങൾ ഒക്കെ ഉണ്ട്, അതിന്റെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സമൂഹത്തിൽ. എന്നാലും അത് ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള സംഗതികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പക്ഷേ ഇത് സാമൂഹിക സേവനത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. ഇതനുസരിച്ച് ഈ ജാതി, ജാതകം, സ്ത്രീധനം നിർബന്ധമില്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാരുടെ ഒരു വിവാഹത്തിനുള്ള ഒരു സ്വയംവര വേദി ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ കൂട്ടായിട്ടുള്ള ഒരു ലക്ഷ്യം. ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരുടെ ബയോഡാറ്റ നമ്മൾ നോക്കിയിട്ട് അതിന് നമുക്ക് തോന്നുകയാണ് ഇന്ന ആൾക്കാരെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വിളിക്കാം, അവരുടെ ബയോഡാറ്റകൾ ഏകദേശം ഒരുമിച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവരൊരു സ്ഥലത്ത് വിളിക്കുന്നു. അവരിവിടെ വന്നതിന് ശേഷം ആ വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അവിടെ വെച്ചിട്ട് അവർ തമ്മിൽ വിവാഹത്തിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് അവരാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. വീട്ടുകാരുമായിട്ട് സഹകരിച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള തരത്തിലോ നിയമാനുസൃതമായിട്ടുള്ള വിവാഹം അവർ നടത്തണം. പക്ഷേ ഇതിന് നമ്മൾ രജിസ്ട്രേഷൻ സമയത്തോ ബാക്കിയുള്ള അവസരങ്ങളിലൊന്നും ഒരു ചാർജ് ഈടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിവാഹങ്ങൾ പണ്ട് നടന്നിരുന്നു. അന്ന് സ്വയംവരം എന്നുള്ള രീതിയിലാണ് നടന്നിരുന്നത്. ആ സ്വയംവരത്തിൽ പെൺകുട്ടിക്ക് ഇഷ്ടമാണോ ആൺകുട്ടിക്ക് തിരിച്ചും ഇഷ്ടമാണോ അവിടെ വെച്ചിട്ട് അവരെ വിവാഹ മാല്യം സമർപ്പിക്കുകയാണ്. അങ്ങനെയാണ് അവർ വിവാഹിതരായിക്കൊണ്ടിരുന്നത് പണ്ട് കാലങ്ങളിൽ. ജാതി, ജാതകം നോക്കിയതായിട്ടൊന്നും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. ഇപ്പോൾ ശ്രീരാമന്റെ വിവാഹമായാലും ശരി, അതേപോലെ ശ്രീകൃഷ്ണന്റെ വിവാഹങ്ങളായാലും ശരി, ഇതൊന്നും ജാതിയോ ജാതകമോ ഒന്നും നോക്കാതെ ഉണ്ടായിട്ടുള്ളതാണ്. ഇതാണ് നമുക്ക് അതിന്റെ പൗരാണികമായിട്ടുള്ള ഒരു പശ്ചാത്തലം. അപ്പൊ ആ ഒരു തരത്തിലുള്ള ഒരു വിവാഹ വേദി നമ്മൾ ഉണ്ടാക്കുന്നു. ഇവരെ നമ്മൾ അതിന്റെ കൂടെ സഹകരിപ്പിക്കുന്നു. അതിന് മുന്നേ ഇവരെ വിളിക്കുമ്പോൾ സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ, അതേപോലെ സാംസ്കാരിക നായകന്മാര്, സമൂഹത്തിലെ ആചാര്യന്മാര്, ഇവരെയൊക്കെ വിളിച്ച് അവർക്ക് ക്ലാസ് കൊടുത്തിട്ട് ആ തരത്തിൽ നമ്മളെ വിവാഹം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്വയംവര വേദി എന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ അവർ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് വിളിക്കും, കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അവിടുന്ന് കണ്ടുമുട്ടി അവർ വിവാഹിതരാവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവരെ വീട്ടുകാരെ പരസ്പരം ആലോചിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. ശ്രീ സ്വയംവര.com എന്നുള്ള വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹർദ്ദമായ എല്ലാ ശുഭസങ്കല്പങ്ങളും സമർപ്പിക്കുന്നു. നമസ്കാരം.